ഞങ്ങൾ ഭജൻസ് കൂടുതൽ ചെയ്തെന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ പേജിലൊക്കെ ഇട്ട് തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ നമുക്കിങ്ങനെ നമ്മൾ കേട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്ത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതിൽ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ ചെയ്തൊരു പാട്ടുണ്ട്. അതായിരുന്നു ആദ്യം മനോഹരിയൊക്കെ കൂടാതെ ഞങ്ങളുടെ ഒരു പാട്ട് ഒത്തിരി വീടുകളിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി അമ്മമാരും ഒത്തിരി ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും അനിയന്മാരൊക്കെ കേട്ട ഒരു പാട്ട് സ്തംഭം എന്നുള്ള പാട്ട്. സ്തംഭം എന്നുള്ള ആ പാട്ടാണ് നമ്മൾ ഒത്തിരി കേട്ടല്ലോ ആദ്യത്തെ സമയങ്ങളിൽ. അത് ആ പാട്ടിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് എഴുതിയ ആള് കൃഷ്ണ ശർമ്മ എന്നുള്ള അദ്ദേഹം ഇവിടെയില്ലേ? ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് ഒന്ന് വിളിക്കുമോ സ്റ്റേജിലേക്ക്? പോയി കുഴപ്പമില്ല. അദ്ദേഹം സ്റ്റേജിൽ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ വന്നിരുന്നു, ഞങ്ങളെ കണ്ടിരുന്നു. നേരിട്ട് ഇന്നാണ് ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ നേരിട്ട് കണ്ടില്ലെങ്കിലും ആ പാട്ടിലോടുള്ള കണക്ഷൻ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ അന്ന് പോസ്റ്റ് ചെയ്ത് തന്നെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം പോയി. നമുക്ക് അടുത്ത സ്തംഭം നല്ല പാട്ട് പാടാം. വിളക്കുന്ന ഹുങ്കാരശബ്ദം ദിഗന്ധം നടുങ്ങുന്നതൊന്നു വീണാദം ശതകോടി സൂര്യന്മാരെയും ത്രിനേത്രം ചുടുദിനം വീഴുന്ന ചുരികബോധം സ്തംഭം വിളക്കുന്ന ഹുങ്കാരശബ്ദം ദിഗന്ധം നടുങ്ങുന്നതൊന്നു വീണാദം ശതകോടി സൂര്യന്മാരെയും ത്രിനേത്രം മരണം വിളങ്ങുന്ന വിക്രൂരദംശം പ്രളയാഗ്നി ചുഴിനീർത്ത ജഡസരാകേസര പ്രകരണം പേരുന്നൊരന്തർഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാകെ നടുങ്ങുന്ന നരസിംഹരൂപം